വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 5 കുരുന്നുകൾക്ക് പുതുജീവൻ പകർന്നുകൊണ്ടാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുരുന്നു മാലാക ഇന്ന് ഈ ഭൂമിയോട് വിട പറയുന്നത്. അപ്പോഴും നമ്മൾ ഏറെ ആശ്വസിക്കുകയാണ്. ആ മാലാഖയിലൂടെയാണ് മറ്റ് 5 മാലാഖ കുഞ്ഞുങ്ങൾ ഈ വർണ്ണാഭമായ ഭൂമിയിൽ ഇനി ജീവിതം തുടങ്ങാൻ പോകുന്നത്. ഡ്രിയ ഉൾപ്പെടെയുള്ള കുരുന്നുകൾ ഇനി ഇതാ ഈ ഭൂമിയിൽ ജീവിക്കാൻ പോവുകയാണ്. ഇനി അവരുടെ ചിരിയിലും കളിയിലൂടെയും തന്നെയായിരിക്കും ആലിനും ജീവിക്കാൻ പോകുന്നത്. ശ്രീനിധി, തീർച്ചയായും ഡ്രിയ നമുക്ക് നേരത്തെ അറിയാം. 24-ന് നേരത്തെ അറിയാം. ഒരു മാസം മുമ്പ് ഡ്രിയയ്ക്ക് 5 മാസം പ്രായമുള്ളപ്പോൾ 24 വാർത്താ സംഘം ഡ്രിയയുടെ വീട്ടിലെത്തി. ഡ്രിയയുടെ ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് നേരത്തെ. അതായത് അവർക്ക് നിർധനരായ കുടുംബമാണ്. ആ കുടുംബത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ആ കുട്ടിക്കാണ് ആ കരൾ ലഭിക്കുന്നത്. പിതാവിന്റെ കരളുമായി മാച്ച് ചെയ്ത് നോക്കി. പിതാവിന്റെ കരൾ മാച്ച് ആകുന്നുണ്ട്. ആ സർജറിക്ക് ഒരുങ്ങിയിരുന്നോളൂ എന്നുള്ള നിർദ്ദേശം കിംസിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ, ഇന്ന് ഏതാണ്ട് ഒരു 11-12 മണിയോടുകൂടി കോൾ വരുന്നത്. ഇന്ന് തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരൂ, ഒരു ക്രോസ് മാച്ചിങ് ഒരു സെയിമായ ഒരു കരൾ, യോജിക്കുന്ന ഒരു കരൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അത് ആലിൻ ഷെറിൻ എബ്രഹാമിന്റെയാണ്. 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആ കുരുന്നിന്റെ കരളാണ് ഈ 6 മാസം പ്രായമുള്ള ഡ്രിയയ്ക്ക് വെച്ചു പിടിപ്പിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, ആലിൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവാണ്. മറ്റൊന്ന് ഡ്രിയ സംസ്ഥാനത്തെ മരണാനന്തര അവയവദാനത്തിലൂടെ അവയവം സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് 6 മാസം പ്രായമുള്ള ഡ്രിയ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്താണെങ്കിലും ഈ വാഹനം ആംബുലൻസ് ഇപ്പോൾ അടൂർ പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ പരമാവധി 2 മണിക്കൂറിനുള്ളിൽ അത് തിരുവനന്തപുരത്തേക്ക് എത്തി. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുന്നിലാണ്. ഈ ഏറ്റവും അവസാനം, അതായത് കിംസിൽ വൃക്കയും ഒപ്പം തൊട്ടടുത്ത് ശ്രീചിത്രയിൽ ഹൃദയവാൾവും നൽകിയതിനു ശേഷം ആംബുലൻസ് എത്തുക ഇവിടേക്കാണ്. ഇവിടെ 2 വൃക്കകൾ ഇവിടെ ഈ നെഫ്രോളജി യൂണിറ്റിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് നൽകും. 10 വയസ്സുള്ള നെയ്യാറ്റിൻകര സ്വദേശി ശ്രേയയ്ക്കാണ് ഈ വൃക്കകൾ നൽകുന്നത്. കഴിഞ്ഞ 1 വർഷമായി വൃക്ക തകരാറിലായതിനെ തുടർന്ന് ശ്രേയ ചികിത്സയിലായിരുന്നു. ശ്രേയയുടെ മാതാപിതാക്കളോടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നു. ക്രോസ് മാച്ചിങ് കൃത്യമാകുന്നു. അങ്ങനെയാണ് അവരെയും ഇവിടേക്ക് വിളിച്ചു വരുന്നത്. ഇന്ന് ആ സർജറി നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെയും പൂർത്തിയാകുന്നുണ്ട്. അവരും ഈ മാതാപിതാക്കളോട്, അതായത് അരുണിനോടും ഷെറിനോടും എങ്ങനെ നന്ദി പറയണം എന്ന് അവർക്കറിയില്ല. അവർക്ക് സന്തോഷമാണോ ദുഃഖമാണോ എന്ന് പങ്കുവയ്ക്കാൻ അറിയില്ല. ഈ മാതാപിതാക്കൾ പങ്കുവയ്ക്കുന്ന ഒരു വികാരം, ആലിൻ ജീവിക്കുന്നു, അത് ഡ്രിയയിലൂടെയും ശ്രേയയിലൂടെയും ഒക്കെ ജീവിക്കുന്നു എന്ന് മാത്രമാണ് അരുണിനോടും ഷെറിനോടും ഈ ഘട്ടത്തിൽ പറയാനുള്ളതെന്നാണ് ആ മാതാപിതാക്കൾ പറയുന്നത്. മറ്റൊരു കാര്യം, ഹൃദയവാൾവ് ഇന്ന് ശസ്ത്രക്രിയ നടത്തുന്നില്ല. അത് വാൾവ് ബാങ്കിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീചിത്രയിൽ തന്നെ അതിനുള്ള ബാങ്കും മറ്റു സജ്ജീകരണങ്ങളും ഉണ്ട്. അതിലേക്ക് മാറ്റുന്നു. ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുള്ള ഏത് കുഞ്ഞിനാണോ അത് ക്രോസ് മാച്ച് ചെയ്യുന്നത്, ആ കുഞ്ഞിന് തൊട്ടടുത്ത ദിവസങ്ങൾ ആ മറ്റു പ്രൊസീജിയർ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഹൃദയവാൾവ് നൽകുക. മറ്റുള്ളത് നേത്രപടലങ്ങളാണ്. നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിൽ തന്നെയാണ് കൈമാറിയിട്ടുള്ളത്. അവിടുത്തെ ബാങ്കിലാണ് നേത്രപടലങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അതും വരുന്ന ദിവസങ്ങളിൽ അർഹരായ അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്ക് എത്തും എന്നുള്ളതാണ്. ആലിൻ ജീവിക്കുന്നു. നമ്മൾ ആവർത്തിച്ച് പറയുന്ന മാതാപിതാക്കളോട്, ഈ 10 മാസം പ്രായമുള്ള കുഞ്ഞ് ആലിൻ ജീവിക്കുന്നു. 5 പേർക്ക് പുതുജീവൻ നൽകുന്നു. 5 കുരുന്നുകളാണ് ഈ ലോകത്തിലേക്ക് ആലിന്റെ കൈപിടിച്ച് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശ്രീനിധി, തീർച്ചയായും അലക്സ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി ആ കുഞ്ഞ് ജീവിക്കാൻ പോകുന്നത് മറ്റ് 5 കുരുന്നുകളിലൂടെയാണ്. ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ആ കുരുന്ന് ഈ ലോകത്തോട്, ഈ ഭൂമിയോട് വിട പറയുമ്പോഴും അപ്പോഴും നമ്മൾ എല്ലാവരും ഒരുപോലെ കടപ്പെട്ടിരിക്കുന്നുണ്ട് ആ കുഞ്ഞിന്റെ മാതാപിതാക്കളോടും. കാരണം അത്രയും വൈകാരികമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ കുഞ്ഞിലൂടെ മറ്റ് 5 കുരുന്നുകൾ ഈ ഭൂമിയിലേക്ക് ഇനി ജീവിച്ച് തുടങ്ങട്ടെ എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് ഈ നിമിഷത്തിൽ അവരോട് നമുക്ക് പറഞ്ഞു വെക്കാനുള്ള കാര്യവും. അങ്ങനെ 5 കുരുന്നുകൾക്ക് പുതുജീവൻ പകർന്ന് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായമുള്ള കുഞ്ഞിത മടങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.